അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്കൊരു കാര്യം പറയട്ടെ. ഇതാരാ? കേരളത്തിൽ ആദ്യമായി പള്ളി പോയ പെണ്ണാണ്. ഫോട്ടോ ഇത് മുജാഹിദിന്റെ പുടവ വനിതാ മാസിക. ഇതില് ആരാണത്? ഈ പാദധന്യം കേട്ടോളെ. വെള്ളാറമ്പാറ ഖദീജക്കുട്ടി കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധന കർമ്മങ്ങൾ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. ഒന്ന് ഖദീജക്കുട്ടി, പിന്നെ ഒന്ന് PK ആമിന. 2 ആളാ ആദ്യമായിട്ട് സഹാബത്തിന്റെ കാലത്ത് ഇസ്ലാം മതം വന്ന ഇവിടെ ആദ്യമായിട്ട് പള്ളിയിൽ പോയ 2 പെണ്ണുങ്ങൾ. ഒന്ന് ഖദീജക്കുട്ടി, ഒന്ന് ആമിന. എന്നാ ഖദീജക്കുട്ടി എന്താ പോവാൻ കാരണം ഇതിൽ പറയുന്നുണ്ട് കേട്ടോളെ. ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടയ്ക്കിടെ ഖദീജക്കുട്ടിയെ സന്ദർശിക്കാറുണ്ട്. എങ്ങനെ? ഖദീജക്കുട്ടി പള്ളിയിലെത്തി എങ്ങനെയാന്നാ പറയുന്നത്? ഖദീജക്കുട്ടി വീട്ടിലിരിക്കുന്ന ഖദീജക്കുട്ടി എങ്ങനെയാ പള്ളിയിലെത്തിയത് എന്നുള്ളത് നിങ്ങളെ പുടവേല് നിങ്ങൾ എഴുതിയതാ, ഞങ്ങളറിയതല്ല. എങ്ങനെയാ എത്തിയത് കേട്ടോളി. ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടയ്ക്കിടെ ഖദീജക്കുട്ടിയെ സന്ദർശിക്കാറുണ്ട്. ഇക്കൂട്ടത്തിൽ KNM സംസ്ഥാന സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയെ അവർ പ്രത്യേകം പേരെടുത്തു പറഞ്ഞു. നമ്മളെ മുജാഹിദ് ബോയ്സ് പറഞ്ഞല്ലോ, കച്ചം പഠിക്കലിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞില്ലേ, അയാൾ ഇടക്കിടക്ക് വരുമ്പോഴും ആരടുത്ത്? ഖദീജക്കുട്ടിന്റെ അടുത്ത്. എന്നിട്ടോ പേരെടുത്ത് പറഞ്ഞു. ഈ അടുത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വന്ന് കുശലാന്വേഷണം നടത്തിയിരുന്നു. ഖദീജക്കുട്ടിയോട് കുശലാന്വേഷണം. ആര്? AP അബ്ദുൽ ഖാദർ മൗലവിയെ. ഇങ്ങനെ കുശലാന്വേഷണം നടത്തിയിട്ട് ഖദീജക്കുട്ടി പറയാ, ഖദീജക്കുട്ടിയോടൊപ്പം ആദ്യഘട്ടത്തിൽ പള്ളിയിൽ പോയിരുന്നവരിൽ ജീവിച്ചിരിക്കുന്ന ഏക സ്ത്രീ ഒതായിലെ PK ആമിനയാണ്. അവർ പല സ്ത്രീകളെയും ഇക്കാര്യത്തിൽ ബോധവൽക്കരണം ദത്തശ്രദ്ധരായിരുന്നു. ഇങ്ങനെ എന്ത് ചെയ്തു? ഈ പള്ളിയിൽ പോക്ക് ആദ്യമായിട്ട് തുടങ്ങിയത് ഈ ആമിനയും ഖദീജക്കുട്ടിയാണെന്ന് കാന്തപുരം പറഞ്ഞതല്ല. നിങ്ങളെ പത്രമാ കൊണ്ടുവന്നിട്ട് ഈ സ്ക്രീനിൽ കാണിക്കേണ്ടത്. ആരാദ്യം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതാ കാണിക്കേണ്ടത്. കാന്തപുരം പറഞ്ഞു. കാന്തപുരം പറഞ്ഞത് വിഷയം ശരിയല്ലേ? ഇങ്ങനെ പള്ളിയിൽ സ്ത്രീകൾ പോകണം എന്ന് പറയുന്ന ഒരാശയം, അങ്ങനെ ഒരാശയം മുൻകാലത്ത് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇവിടെ ഹനഫി മദ്ഹബിന്റെ കിതാബുകൾ നോക്കിയാൽ പച്ച ഹറാമാണ് എന്നല്ലേ ഇമാം ഖസാനിയെ പോലുള്ളവർ പറഞ്ഞത്. കറാഹത്ത് എന്ന് പറഞ്ഞാലും ഹറാമാണെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും പോകണ്ട എന്നതിനുണ്ടോ തർക്കം? പോകണ്ട എന്നതിൽ ആർക്കാണ് തർക്കം? എന്നിട്ട് സുബ്ഹാനല്ലാഹ്, എന്തിന് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണം എന്നൊരു നിയമം കൊണ്ടുവന്നിട്ട് അതിന് തെളിവ് ഉള്ളാളത്തെ മഖ്ബറയുടെ സമീപത്ത് ഇന്ദിരാഗാന്ധി വന്നിരിക്കുന്നു. ഇതാണോ ഖുർആൻ? ഇതാണോ ഹദീസ്? മുസ്ലിം ലോകത്തെ നിങ്ങൾ എന്തിന് ഭിന്നിപ്പിക്കുന്നു? ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. പെണ്ണുങ്ങള് പള്ളിയിൽ പോകുന്നതിനെ സംബന്ധിച്ച്, ജമാഅത്തിന് പോകുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ സെലഫികളായ നേതാക്കൾ, ഉദാഹരണത്തിന് നോക്കൂ, ഇബ്നു ബാസ്, അബ്ദുൽ അസീസ് ഇബ്നു ബാസ്, മൗലിദ് വയ്ക്കാൻ പാടില്ല ഫത്വ കൊടുത്ത ആളല്ലേ അദ്ദേഹം? സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി അല്ലേ അദ്ദേഹം? സെലഫി പണ്ഡിതനല്ലേ അദ്ദേഹം? അദ്ദേഹം അൽ മുസ്ലിമൂൻ 1997 ജനുവരി 24 അതിൽ അയാൾ എഴുതുന്നു. നോക്കൂ, സലാത്തുൽ മർഅതി ഫീ ബൈതിഹാ ഖൈറുൽ ലഹാ വ അഫ്ളൽ. സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈറും ശ്രേഷ്ഠതയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പക്ഷേ നിങ്ങൾക്കിവിടെ യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് പള്ളിയിൽ സ്ത്രീകളെ കൊണ്ടുവരണം, എന്നിട്ട് മുസ്ലിമുകളെ ഭിന്നിപ്പിക്കണം. എന്തിനീ ഭിന്നിപ്പ് നടത്തണം?